സ്റ്റുഡൻസ്, നമ്മൾ 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്ററായ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിലെ മോഡ്യൂൾ 5 ആണ് നമ്മളിപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ മോഡ്യൂളിൽ നമ്മൾ പഠിച്ചത് ഒരു സെപ്പറേറ്റ് ടോപ്പിക്കായ എംപിരിക്കൽ ഫോർമുല, മോളിക്കുലാർ ഫോർമുലയും അതുമായി ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നതുമായിരുന്നു. ഈ ചാപ്റ്ററിൽ കുറേ മാർക്സിനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നത് പ്രോബ്ലംസ് ആണ്, ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആയിട്ട് നിങ്ങൾ മൾട്ടിപ്ലൈ ഡിവിഷൻ ഒക്കെ ചെയ്ത് കണ്ടെത്തുന്ന പോർഷൻസിലാണ് ചോദിക്കുന്നത്. അപ്പോൾ അതുപോലെ ഒരു അടുത്ത സെഗ്മെന്റ് ആണ് ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറയും. നമുക്കറിയാം, ഒരു റിയാക്ഷൻ്റെ അകത്ത് ഒരു റിയാക്ഷൻ നടന്നു. ഇപ്പോൾ സപ്പോസ് എൻ്റെ കയ്യിലുള്ള റിയാക്ഷൻ എയും ബിയും കൂടെ ചേർന്ന് എ ബി ആവുന്ന ഒരു റിയാക്ഷനാണ് എൻ്റെ കയ്യിലുള്ളതെങ്കിൽ ഇവിടെ എയും ബിയും ആരാണ്? റിയാക്റ്റൻ്റ് ആണ്. ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാണ്? എ ബി ആണ്. അപ്പൊ ഈ എ ബി എന്ന പ്രോഡക്റ്റ് ഉണ്ടായത് ആരൊക്കെ ചേർന്നിട്ടാണ്? എ എന്നെയും ബി എന്നെയും റിയാക്റ്റന്റുകൾ ചേർന്നിട്ടാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാവുന്ന റിയാക്ഷന് ഏത് റിയാക്റ്റന്റ് ആണോ ആദ്യം തീരുന്നത് അവനാണ് അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ റിയാക്റ്റന്റ് ദാറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ്ലി കൺസ്യൂംഡ് ഡ്യൂറിങ് എ റിയാക്ഷൻ. ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ആദ്യമായിട്ട് മൊത്തത്തിൽ ഉപയോഗിച്ച് തീരുന്ന റിയാക്ഷൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ലിമിറ്റിംഗ് റിയാക്റ്റന്റ് ഓർ ദ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് പറഞ്ഞാലും റിയാക്റ്റന്റ് എന്ന് പറഞ്ഞാലും ഒന്നാണ്. Limiting reactant or the reagent is the one which limits the reaction. Limiting, ഉദാഹരണത്തിന് നിങ്ങൾ നോക്കിക്കോളാം, ഇവിടെ എ ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എനിക്ക് ഉണ്ടാവും. ഇവിടെ എ തീർന്നാൽ പിന്നെ എ ബി ഉണ്ടാവുമോ? ഇല്ല. എത്ര ബി ഉണ്ടായാലും എ തീർന്നു പോയാൽ പിന്നെ അവിടെ എ ബി ഉണ്ടാവത്തേ ഇല്ല. കാരണം എ ബി ഉണ്ടാവണമെങ്കിൽ എയും വേണം ബിയും വേണം. അപ്പൊ എ തീർന്നു പോയാൽ പിന്നെ ബി നിങ്ങൾ കിൻഡൽ കണക്കിന് കൊണ്ടുവന്ന് തട്ടിയിട്ടാലും എ ഇല്ലാത്തതുകൊണ്ട് പിന്നെ എന്തുണ്ടാവത്തില്ല? എ ബി ഉണ്ടാവത്തില്ല. ഇനി അതുപോലെ തന്നെ ചില സമയത്ത് തിരിച്ച് സംഭവിക്കാം. എൻ്റെ കയ്യിൽ കുറെ എ ഉണ്ട്, പക്ഷെ ബി എന്ത് ചെയ്തു? തീർന്നു പോയി. അപ്പോ ഇവിടുത്തെ ബി ആയിരിക്കും ആ സമയത്തെ എന്തോന്ന്? ലിമിറ്റിംഗ് റിയേജന്റ്. ഇപ്പൊ എ ആണ് ആദ്യം തീർന്നു വന്നെങ്കിൽ ആരാ അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്? എ ആണ്. അപ്പൊ ഒരു കേസ് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഇത് ഇച്ചിരി മനസ്സിലാക്കാൻ പലർക്കും ഈ ചാപ്റ്ററിൽ ഏറ്റവും പ്രയാസമുള്ള ഒരു പോർഷൻ ആണ് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റ് എന്ന് വെച്ചാൽ അത് കണ്ടീഷനും സിറ്റുവേഷനും അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നമുക്ക് അങ്ങനെ ഫിക്സ് ചെയ്ത് ഇപ്പോൾ എ ബി എന്ന റിയാക്ഷന് എ ആയിരിക്കും എപ്പോഴും ലിമിറ്റിംഗ് റിയേജന്റ് എന്നോ എ ബി എന്ന റിയാക്ഷന് ബി ആയിരിക്കും എപ്പോഴും ലിമിറ്റിംഗ് റിയേജന്റോ എന്നൊന്നും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അത് സിറ്റുവേഷൻ അനുസരിച്ച് എന്ത് ചെയ്യും? മാറിക്കൊണ്ടിരിക്കും. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിവിടെ കണ്ടീഷൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഈ ആദ്യത്തെ കണ്ടീഷനിൽ എ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ ബി എന്ത് ചെയ്തു? തീർന്നു. അപ്പൊ ആരാ അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്? ബി. അടുത്ത കേസിൽ എൻ്റെ കയ്യിൽ തോനെ ബി ഇരിപ്പുണ്ട്, പക്ഷെ എ എന്ത് ചെയ്തു? തീർന്നു പോയി. അപ്പൊ ആ സമയത്ത് ആരാ ലിമിറ്റിംഗ് റിയേജന്റ്? എ. നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പോൾ ഉടനെ ചെയ്ത് കാണാം. അപ്പൊ ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റുമായി ബന്ധപ്പെട്ട ബേസ് ഡെഫിനിഷനും ഒരു നോളജ്. ഇനി ഇതേ ലിമിറ്റിംഗ് റിയേജന്റിന്റെ വേറൊരു പോയിന്റ് കൂടെ നിങ്ങൾ ആലോചിച്ചുണ്ടോ? ഒരു റിയാക്ഷനിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റ് എത്രമാത്രം പ്രോഡക്റ്റ് ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത് ലിമിറ്റിംഗ് റിയേജന്റ്. അപ്പോൾ ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ഡിപ്പെൻഡ്സ് ഓൺ ആരായിരിക്കും? ലിമിറ്റിംഗ് റിയേജന്റ്. ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ഡിപ്പെൻഡ്സ് ഓൺ ലിമിറ്റിംഗ് റിയേജന്റ്. ഇനി അടുത്ത നമുക്ക് അതിന്റെ റിയാക്ഷൻസിലേക്ക് പോവാം. ദാ അവിടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം. ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. ആ ക്വസ്റ്റ്യനിൽ അമോണിയയുടെ ഒരു റിയാക്ഷൻ ആണ് ചോദിച്ചേക്കുന്നത്. ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് ഇത്രയേ ഉള്ളൂ. ആ ക്വസ്റ്റ്യന്റെ ആ കേസിൽ ആ സിറ്റുവേഷനിൽ ആരായിരിക്കും അവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ്? ആ ലിമിറ്റിംഗ് റിയേജന്റും അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് അമോണിയ എത്രമാത്രം അമോണിയ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് നമുക്ക് എന്ത് ചെയ്യണം? കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ. അപ്പം ഇതൊരു ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻ ആണെന്ന് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പൊ ലിമിറ്റിംഗ് റിയേജന്റിന്റെയാണ് ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട ജോലി ആ ക്വസ്റ്റ്യനിലെ റിയാക്ഷൻ ബാലൻസ് ചെയ്ത് എടുത്തെഴുതുക എന്നുള്ളതാണ് അതിന്റെ ആൻസറിലെ ഫസ്റ്റ് പോർഷൻ. അപ്പൊ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ ആൻസറിന്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതുന്നു. അമോണിയയുടെ ഫോർമേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാവുന്ന റിയാക്ഷൻ ആയതുകൊണ്ടാണ് ടെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തരാഞ്ഞത്. അല്ലാതെ അറിഞ്ഞൂടാത്ത റിയാക്ഷൻസ് ആണെങ്കിൽ ക്വസ്റ്റ്യനിൽ റിയാക്ഷൻ ഉൾപ്പെടെ തരും, ബാലൻസ് ചെയ്ത റിയാക്ഷൻ ഉൾപ്പെടെ തരും. അപ്പൊ ഈ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് അമോണിയയുടെ ഫോർമേഷനും റിയാക്ഷനും അതിനെ ബാലൻസ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. അപ്പൊ ഇവിടെ N2 + 3H2 gives 2NH3 ആണ് ഇവിടുത്തെ ബാലൻസ്ഡ് റിയാക്ഷൻ. ഈ ബാലൻസ് ചെയ്തതിന്റെ മീനിങ് എന്താണ്? ഇവിടെ സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് N2 ൻ്റെത് 1 ആണ്. അപ്പോൾ 1 മോൾ. അത് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ് എന്താണെന്ന് പലർക്കും തോന്നും. നമ്മളൊരു റിയാക്ഷനെ ബാലൻസ് ചെയ്യുമ്പോൾ അതിന്റെ ഫ്രണ്ടിൽ എഴുതുന്ന നമ്പേഴ്സിനെ കെമിസ്ട്രിയിൽ വിളിക്കുന്ന ടെക്നിക്കൽ ടേം ആണ് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. എന്തോ സാധനം? സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്. സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്.
അപ്പൊ ഈ റിയാക്ഷനിലെ N2ന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 1 ആണ്, അതുകൊണ്ട് എഴുതിയിട്ടില്ല. H2ന്റെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 3 ആണ്. NH3യുടെ സ്റ്റോയിയോമെട്രിക് കോഎഫിഷ്യന്റ് 2 ആണ്. അപ്പൊ ഈ 1 ഉം 2 ഉം 3യുടെ ഒക്കെ കറക്റ്റ് മീനിങ് എന്താണെന്നറിയാമോ? നൈട്രജൻ 1 മോൾ വേണം, ഹൈഡ്രജൻ 3 മോൾ വേണം, അമോണിയയും 2 മോൾ വേണം. ഇനി ഇതിനെ നമ്മൾ ബാലൻസ്ഡ് റിയാക്ഷനിലുള്ളതാണ് എഴുതി വെച്ചത്. ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ ഇനിയാണ് പോകുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുമ്പോൾ അതിൽ നൈട്രജനും ഹൈഡ്രജനൊക്കെ ഗ്രാമിലാണ് തന്നിരിക്കുന്നത്. ചിലപ്പോൾ അത് ലിറ്ററിൽ തരും. ഈ ക്വസ്റ്റ്യനിൽ ഗ്രാമിലാണ് തന്നിരിക്കുന്നത്, ചില ക്വസ്റ്റ്യൻസിൽ അത് ലിറ്ററിൽ തരും. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്പേഴ്സ് ഇട്ട് നിങ്ങൾ ഏതായാലും അതിനെ ഫസ്റ്റ് ചെയ്യേണ്ടത് കൺവേർട്ട് ദാറ്റ് ക്വാണ്ടിറ്റീസ് ഇൻടു മോൾസ്. ഉദാഹരണത്തിന് ഗ്രാമിൽ തന്ന ഈ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തു? മോൾസിലോട്ട് മാറ്റി. അപ്പൊ എന്ത് വരും? നമ്പർ ഓഫ് മോൾസ് ഓഫ് N2 ഈസ് ഈക്വൽ ടു അവിടുത്തെ ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഇവിടുത്തെ ഗിവൺ മാസ് എത്ര? നമുക്ക് 250 ഗ്രാം ബൈ മോളിക്കുലാർ മാസ് ഓഫ് നൈട്രജൻ എത്ര? 28. സോൾവ് ചെയ്യുമ്പോൾ 8.9 മോൾസ് നൈട്രജൻ ആണ് നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ഈ നമ്പർ ഓഫ് മോൾസ് ഓഫ് ഹൈഡ്രജൻ എത്ര? ഗിവൺ മാസ് 50. 50/2 എത്ര വരും? 25 മോൾസ്. ഇനി നമ്മൾ മോൾസിലേക്ക് കൺവേർട്ട്. അടുത്ത ജോലി ക്വസ്റ്റ്യനുമായിട്ട് വെച്ച് താരതമ്യമാണ്. അപ്പൊ നമ്മൾ ചെയ്യും അക്കോർഡിംഗ് ടു ദ ബാലൻസ്ഡ് ഇക്വേഷൻ. ബാലൻസ്ഡ് ഇക്വേഷനിൽ നമ്മൾ റിലേഷൻ മനസ്സിലാക്കിയിട്ടുണ്ട്. 1 മോൾ N2 ന് എത്ര മോൾ H2 വേണം? 3 മോൾ H2. 1 മോൾ N2 needs 3 മോൾ H2. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തന്നെ പറ 2 മോൾ N2 ന് എത്രയായിരിക്കും? 6 മോൾ H2. 3 മോൾ N2 ന് എത്രയായിരിക്കും? ഈ പറഞ്ഞ പോലെ 3 × 3 9 മോൾ H2. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്രയേ ഉള്ളൂ? 8.9 മോൾ N2 ന് അതിന്റെ മൂന്നിരട്ടി എത്രയാ? 3 × 8.9. അതിന്റെ വാല്യൂ ഏകദേശം 26.7 മോൾ ആര് വേണം? H2 വേണം. പക്ഷേ നമ്മുടെ കയ്യിൽ എത്ര മോൾ H2 ഉള്ളൂ? ബട്ട് ഇൻ ദ ക്വസ്റ്റ്യൻ വി ഹാവ് പ്രൊവൈഡഡ് വിത്ത് ഓൺലി 25 മോൾ H2. 26.7 മോൾ വേണ്ടിടത്ത് 25 ഉള്ളൂ. അതിന്റെ അർത്ഥം ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഹൈഡ്രജന്റെ അളവ് കുറവാണ്. ഹൈഡ്രജൻ ആദ്യമേ തീർന്നു പോകും, റിയാക്ട് ചെയ്ത് തീർന്നു പോകും. അപ്പോൾ അവനായിരിക്കും അവിടുത്തെ ആര്? ലിമിറ്റിംഗ് റിയാക്ടന്റ്. അപ്പോൾ അവന്റെ കൂടെയുള്ള മറ്റേ റിയാക്ടന്റിനെ വിളിക്കുന്ന പേരാണ് എക്സസ് റിയേജന്റ്. N2 അവിടുത്തെ ആരാവും? ബാക്കി അധികം വരുന്ന റിയേജന്റ് ആരാണ്? N2. അപ്പോൾ N2 ഈസ് ദി എക്സസ് റിയേജന്റ്. ഇനി ക്വസ്റ്റ്യന്റെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യനിലെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യന്റെ അടുത്ത ഭാഗത്ത് ചോദിച്ച ചോദ്യം അവിടെ എത്രമാത്രം അമോണിയ ഗ്രാമിൽ പ്രൊഡ്യൂസ് ചെയ്യും. നമ്മൾ അതിനെ ആദ്യം മോൾസിൽ കണ്ടുപിടിക്കും. അതെങ്ങനെ കണ്ടുപിടിക്കും എന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് ഫോംഡ് ഡിപ്പെൻഡ്സ് ഓൺ എന്താണ്? ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. പ്രോഡക്റ്റ് എത്രമാത്രം ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത് ആരാണ്? ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ആൻസറിൽ ആരാണ്? ഹൈഡ്രജൻ. അപ്പൊ എത്രമാത്രം പ്രോഡക്റ്റ്, ഇവിടുത്തെ പ്രോഡക്റ്റ് ആരാ? അമോണിയ. എത്രമാത്രം അമോണിയ ഉണ്ടാവണമെന്ന് തീരുമാനിക്കുന്നത് ഇവിടുത്തെ ലിമിറ്റിംഗ് റിയേജന്റ് ആരാണ്? ഹൈഡ്രജനാണ്. അപ്പൊ നിങ്ങൾ അടുത്ത സ്റ്റേജിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ ചെയ്യേണ്ടത് ഈ ലിമിറ്റിംഗ് റിയേജന്റ് ഈ പ്രോഡക്റ്റ് തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കുക, അവർ തമ്മിലുള്ള റിലേഷൻ ബന്ധം കണ്ടുപിടിക്കുക. അപ്പൊ നമുക്ക് മനസ്സിലാവും ഈ പറഞ്ഞ മാസ് ഓഫ് അമോണിയ പ്രൊഡ്യൂസ്ഡ് ഡിപ്പെൻഡ്സ് ഓൺ ലിമിറ്റിംഗ് റിയേജന്റ് ഹിയർ ആരാ? ഹൈഡ്രജൻ. നമ്മൾ ആ റിലേഷൻ നോക്കുക. 3 മോൾ N2 ന് 2 മോൾ NH3 വേണമെന്ന് നമുക്ക് ബാലൻസ്ഡ് റിയാക്ഷനിൽ നോക്കുമ്പോൾ മനസ്സിലാവും. നമുക്ക് മനസ്സിലാവും 3 മോൾ H2 പ്രൊഡ്യൂസ് എന്താണ്? 2 മോൾ NH3. അതിനെ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് വരാൻ വേണ്ടി നമ്മൾ അതിനെ 1 മോൾ ആണ്. കാര്യം എങ്കിലും നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ഈസിയാണ്. 3 മോളിന് പകരം അതിനെ 1 ആക്കി. അപ്പൊ 3 എങ്ങനെ 1 ആവും? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു ഇക്വേഷൻ ഒരു സൈഡിൽ മാത്രം ഡിവൈഡ് ചെയ്താൽ ശരിയാവും. ആ 3 കൊണ്ട് ഇവിടെയും ഡിവൈഡ് ചെയ്യും. അപ്പൊ എത്ര വരും? 2/3 മോൾ അമോണിയ പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് എത്രയാണ്? 25 മോൾ. 25 ഇത് വളരെ നിസ്സാരമെന്ന് വെച്ചാൽ 10 മുട്ടായിക്ക് 20 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു മുട്ടായിക്ക് എത്ര രൂപ? ആ അത്രത്തോളം സിമ്പിൾ ലോജിക്കിലാണ് ഞാൻ അതുപോലെ സോൾവ് ചെയ്തത്. അപ്പൊ യൂണിറ്റിയിൽ കൊണ്ടുവന്നു. നമുക്ക് ആവശ്യമുള്ളത് 25 മോൾ H2 ആണ്. 1 എങ്ങനെ 25 ആയി? 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. നമുക്ക് അത്രയും മോൾസ് NH3 എന്ന് കിട്ടും. പക്ഷേ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് മോൾസിൽ അല്ല അമോണിയയുടെ ആൻസർ ആവശ്യം. അമോണിയയുടെ ആൻസർ ആവശ്യം വരുന്നത് ഏതിലാണ്? ഗ്രാംസ്. മാസ് ഗ്രാമിൽ പറഞ്ഞിട്ടില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? മോൾസിനെ ഗ്രാം ആക്കാൻ നമുക്കറിയാം. മാസ് ഓഫ് NH3 ഈസ് ഈക്വൽ ടു മോൾസിനെ അതിന്റെ മോളിക്കുലാർ മാസ്, അമോണിയയുടെ മോളിക്കുലാർ മാസ് നൈട്രജന്റേത് 14, ഹൈഡ്രജന്റേത് 1 × 3. അപ്പം 14 + 3 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത്രയും ഗ്രാം അമോണിയ അവിടെ പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഇതാണ് ലിമിറ്റിംഗ് റിയേജന്റിന്റെ ക്വസ്റ്റ്യൻ. ഒന്നും കൂടി നിങ്ങൾക്ക് ഇത് മനസ്സിലായാലും ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് റിവൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ ക്വസ്റ്റ്യനിലുള്ളതിന്റെ ബാലൻസ്ഡ് റിയാക്ഷൻ എഴുതും. അതിൽ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ഗ്രാമിലെയും ലിറ്ററിലേക്കും ഉള്ള സാധനങ്ങളാണെങ്കിൽ അതിനെ മോൾസിലേക്ക് കൺവേർട്ട് ചെയ്യും.
ആ ബാലൻസ്ഡ് ഇക്വേഷൻ വെച്ച് അതിനെ കമ്പയർ ചെയ്ത് എഴുതും. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്ന ക്വാണ്ടിറ്റിയുമായിട്ട് താരതമ്യം ചെയ്യും. അത് വെച്ചിട്ട് ലിമിറ്റിംഗ് റിയേജന്റിനെ കണ്ടുപിടിക്കും. പ്രോഡക്റ്റ് ആരാണ് അല്ലെങ്കിൽ എത്രത്തോളം പ്രോഡക്റ്റ് ഉണ്ടായെന്ന് തീരുമാനിക്കുന്നത് ലിമിറ്റിംഗ് റിയേജന്റ് ആണ്. അപ്പൊ ആ ലിമിറ്റിംഗ് റിയേജന്റ് പ്രോഡക്റ്റും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആൻസറിലേക്ക്. ഇത് ചില വളരെ ടഫസ്റ്റ് ടോപ്പിക്സ് ആയിട്ടാണ് പല സ്റ്റുഡൻസും ലിമിറ്റിംഗ് റിയേജന്റ് പറയുന്നത്. കുറച്ചൊക്കെ ശരിയാണ്, പക്ഷെ നിങ്ങൾ 2-3 ടൈംസ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും.